നമ്മളിനി സംസ്ഥാനത്ത് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് കൂടിയാണ് പോകുന്നത്. കാരണം ഭരണ മുന്നണിയിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കം കുറേ നാളുകളായി നടക്കുകയാണ്. NCP താരതമ്യേന ചെറിയൊരു പാർട്ടിയാണ് ഇടതു മുന്നണിയിൽ. പക്ഷേ NCPക്കകത്തും വലിയ തർക്കങ്ങളുണ്ട്. 2 MLA-മാരുള്ള ആ പാർട്ടിയിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണിപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. NCP ദേശീയ തലത്തിൽ തന്നെ പുതിയ പ്രതിസന്ധി നേരിടുന്നതിനിടെ പുതിയ സമ്മർദ്ദ തന്ത്രമാണ് തോമസ് കെ തോമസ് എന്ന കുട്ടനാട് MLA മുന്നോട്ട് വയ്ക്കുന്നത്. AK ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തോമസ് കെ തോമസ് ഇന്ന് ശരത് പവാറിനെ കാണും. അല്പസമയത്തിനുള്ളിൽ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ നിർണായക ചില നീക്കങ്ങൾ തോമസ് കെ തോമസ് പക്ഷം മുന്നോട്ട് വയ്ക്കുന്നതുമുണ്ട്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം, സംസ്ഥാനത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ പലതരത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ നീക്കത്തിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ തോമസ് കെ തോമസ് ലക്ഷ്യമിടുന്നത്? ഇത്തരമൊരു മുൻ ധാരണ ഉണ്ടായിരുന്നു എന്ന വാദം തന്നെയാണോ അദ്ദേഹം ഈ ശരത് പവാറിനെ കാണുന്നതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്? സജിത്ത്, നമുക്കറിയാം ഇപ്പോൾ NCPയിലെ പുതിയൊരു പ്രതിസന്ധി നമുക്കറിയാം. അത് മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഒരു സമ്മർദ്ദ തന്ത്രവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 2.5 വർഷത്തിന് ശേഷം തനിക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്ന് നേരത്തെ പാർട്ടിയിൽ ധാരണയുള്ളതാണ്. ഈ ധാരണയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അട്ടിമറിച്ചിരിക്കുന്നത്. സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം അത് നിഷേധിച്ചതിൽ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ തോമസ് കെ തോമസ് അല്പസമയത്തിനകം ശരത് പവാറിനെ NCP നേതാവ് ശരത് പവാറുമായി ഇന്ന് രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ പുതിയ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ശരത് പവാറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. കാരണം ഈ കൂടിക്കാഴ്ചയിൽ തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന കാര്യം തോമസ് കെ തോമസ് ആവശ്യം ഉന്നയിക്കും. കേരള മന്ത്രിസഭയുടെ ഈ ഒരു മന്ത്രിസഭയിൽ തനിക്ക് അംഗത്വം വേണം. അതായത് AK ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്ന കാര്യമാണ് തോമസ് കെ തോമസ് പ്രധാനമായി ഉയർത്തുക. നിലവില് PC ചാക്കോ വിഭാഗം തോമസ് കെ തോമസിനെ ഒറ്റപ്പെടുത്തുന്നു, വേട്ടയാടുന്നു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ അദ്ദേഹത്തോട് അടുപ്പം പുലർത്തുന്ന നേതാക്കൾ പങ്കുവെക്കുന്നതാണ്. കാരണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം PC ചാക്കോയുടെ കീഴിലാണ്. PC ചാക്കോ അത് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. മറ്റു നേതാക്കൾക്ക് അവിടെ ഒരു PC ചാക്കോയുടെ ഏകാധിപത്യമാണ്. മുൻപ് അതായത് PC ചാക്കോ പാർട്ടിയിലേക്ക് NCPയിലേക്ക് വരുന്നതിന് മുൻപാണ് ഈ ധാരണ ഉണ്ടായിരുന്നത്. ആ ധാരണയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ PC ചാക്കോ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. മാത്രമല്ല മന്ത്രി AK ശശീന്ദ്രനും PC ചാക്കോയ്ക്കൊപ്പം നിന്നുകൊണ്ട് തനിക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കുന്നുവെന്ന ആരോപണമാണ് തോമസ് കെ തോമസ് ഉന്നയിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും PC ചാക്കോ തോമസ് കെ തോമസും ശരത് പവാറും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പുതിയ കാര്യങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കും. അതായത് തനിക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ താൻ അജിത് പവാർ പക്ഷത്തേക്ക് മാറുമെന്ന മുന്നറിയിപ്പ് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തോമസ് കെ തോമസിനൊപ്പം ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലെ നൂറുകണക്കിന് നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരടക്കം തനിക്കൊപ്പം ഉണ്ട് എന്ന് തോമസ് കെ തോമസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് തനിക്ക് മന്ത്രിസ്ഥാനം നൽകിയില്ലെങ്കിൽ അജിത് പവാർ പക്ഷത്തേക്ക് മാറും. കാരണം നിലവിൽ തന്നെ ചില അജിത് പവാറിനൊപ്പം കേരളത്തിലെ പല നേതാക്കന്മാരും അദ്ദേഹത്തിനൊപ്പം പോയിട്ടുണ്ട്, അജിത് പവാറിനൊപ്പം പോയിട്ടുണ്ട്. താനും പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം പോകും എന്നാണ് തോമസ് കെ തോമസിന്റെ മുന്നറിയിപ്പ്. ഒരുപക്ഷെ ഇത് ഇന്നത്തെ കൂടിക്കാഴ്ച നിർണായകമാണ്. തോമസ് കെ തോമസ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്റെ ഈ ഒരു സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ ശരത് പവാർ വഴങ്ങുമെന്നൊരു ആത്മവിശ്വാസമാണ് തോമസ് കെ തോമസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 11:30 ഈ ഒരു ആവശ്യവുമായി തോമസ് കെ തോമസ് ശരത് പവാറിനെ സമീപിക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു നിർണായക നീക്കം തന്നെയാണ് ഒരുങ്ങുന്നത്. എന്തായാലും ഡൽഹി കൂടിക്കാഴ്ചകളുടെ രാഷ്ട്രീയ ഭാവി അത് നിർണായകമാണ്. കാരണം സംസ്ഥാനത്ത് AK ശശീന്ദ്രനെ മാറ്റി പുതിയൊരാൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ഒരു വാദമില്ല എന്നതാണ് ശശീന്ദ്രൻ്റെ ഒപ്പമുള്ളവർ വാദിക്കുന്നത്. ടോം, ഒരു കാര്യം കൂടി, ഇത് സംസ്ഥാന NCPയിൽ എത്ര കണ്ട ഒരു പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ട്? ഒപ്പം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ തോമസ് കെ തോമസിന് അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ശശീന്ദ്രനും മുഖ്യമന്ത്രിക്കായി വലിയ ബന്ധമുണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായും. കാരണം മുഖ്യമന്ത്രിയോട് ഈ വിഷയം തോമസ് കെ തോമസ് നേരത്തെ ഉന്നയിച്ചതാണ്. പക്ഷേ AK ശശീന്ദ്രനെ പിണക്കിക്കൊണ്ട് ഒരു ചർച്ച നടത്താൻ, ഒരു നീക്കം നടത്താൻ CPM ആഗ്രഹിക്കുന്നില്ല. കാരണം വർഷങ്ങളായി ഇടതു മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് AK ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെ AK ശശീന്ദ്രനെ പിണക്കേണ്ടതില്ല എന്ന നിലപാടാണ് CPM-നുള്ളത്. പക്ഷേ
തോമസ് കെ തോമസ് മറ്റൊരു വാദം ഉന്നയിക്കുന്നത് തനിക്കൊപ്പം തനിക്ക് അതായത് നേരത്തെ തോമസ് ചാണ്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയതാണ്. അന്നും ഇതുപോലുള്ള ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, AK ശശീന്ദ്രനുമായി ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണ അന്ന് തോമസ് ചാണ്ടി പാലിച്ചതാണ്. പക്ഷേ താൻ കുട്ടനാടിൽ നിന്നും ജയിച്ച് MLA ആയപ്പോൾ ആദ്യ 2.5 വർഷം AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനം നൽകുമെന്നും പിന്നീടുള്ള 2.5 വർഷം തനിക്ക് നൽകുമെന്നും പാർട്ടിയിൽ ധാരണയുണ്ട്. അത് മുന്നിലെ പാർട്ടിയിൽ ധാരണയുണ്ടായിരുന്നു. പക്ഷെ PC ചാക്കോയും സംസ്ഥാന ഔദ്യോഗിക നേതൃത്വവുമായും കുറച്ചു കാലമായും ഈ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ തോമസ് കെ തോമസ് ഇടഞ്ഞു നിൽക്കുകയാണ്. വലിയ അകൽച്ചയിലാണ്. 2.5 വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനത്തിനായ അവകാശവാദം ഈ തോമസ് കെ തോമസ് ഉന്നയിച്ചെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് PC ചാക്കോ വിഭാഗം, അതായത് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിന്റെ വിശദീകരണം. എന്തായാലും NCP ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അവിടുത്തെ തർക്കങ്ങൾക്ക് വലിയ വലിപ്പമുണ്ട്. ദേശീയ തലത്തിൽ നടക്കുന്ന ഇന്നത്തെ കൂടിക്കാഴ്ച സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ തോമസ് കെ തോമസിന് പ്രയോജനപ്പെടുമോ എന്നത് പ്രധാനപ്പെട്ടതാണ്. ശരത് പവാർ ശക്തി ക്ഷയിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇനി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും അത് സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വം അംഗീകരിക്കുമോ തുടങ്ങിയ സങ്കീർണമായ രാഷ്ട്രീയ ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയുണ്ട്. ഇങ്ങനെ തോമസ് കെ തോമസ് ഇത്തരം ഒരു ചർച്ചയും വാദവും തർക്കവും ഉന്നയിക്കുന്നതിനിടയിലാണ് ദേശീയ തലത്തിൽ NCP വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അജിത് പവാർ പക്ഷത്തിനൊപ്പമാണ്. കാരണം പാർട്ടിയുടെ ചിഹ്നവും പേരും അജിത് പവാറിന് അംഗീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി ദേശീയ തലത്തിൽ ശരത് പവാർ പക്ഷം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അവരുടെ നീക്കങ്ങളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. രാകേഷ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. രാകേഷ്, ഈ ദേശീയ തലത്തിൽ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി NCP ഇങ്ങനെ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ഒരു മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് NCP. പക്ഷേ ശരത് പവാറിന്റെ ശക്തി ക്ഷയിപ്പിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഇതിൽ ഇനി എന്ത് മാർഗമാണ് അവർക്ക് മുന്നിലുള്ളത്? ഏതായാലും NCPയെ സംബന്ധിച്ച് NCP രൂപീകൃതമായി 25 വർഷം പിന്നിടുമ്പോഴാണ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം 99 ജൂൺ മാസത്തിലാണ് NCP രൂപീകരിക്കുന്നത്. ഏതായാലും ആ പാർട്ടിയുടെ സ്ഥാപിച്ച് 25-ാം വർഷത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു. അതായത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അജിത് പവാർ ഈ പാർട്ടി പിളർത്തിക്കൊണ്ട് ശരത് പവാർ എല്ലാ കാലത്തും ഒപ്പം നിർത്തിയ അജിത് പവാർ ഈ പാർട്ടി പിളർത്തിക്കൊണ്ടുകൊണ്ട് NDA ക്യാമ്പിലേക്ക് പോകുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ആ പാർട്ടിയുടെ ചിഹ്നവും പേരും അജിത് പവാറിന് ലഭിച്ചിരിക്കുന്നു. അവരാണ് യഥാർത്ഥ പാർട്ടി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അത് ശരത് പവാറിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ പാർട്ടി അജിത് പവാറിന്റെ ആണെന്ന് പറയുമ്പോൾ അണികളെയും ഒപ്പം തന്നെ നേതാക്കളെയും എങ്ങനെ പറഞ്ഞു ഒപ്പം നിർത്തും എന്നുള്ളതാണ് ശരത് പവാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമത്തെ കാര്യം ശരത് പവാർ ക്യാമ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കും. അതായത് യഥാർത്ഥ പാർട്ടി സ്ഥാപകൻ താനാണ്, യഥാർത്ഥ പാർട്ടി തന്റേതാണെന്ന് ശരത് പവാർ വാദിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി ഇടപെടൽ എങ്ങനെ, അതിന് എത്ര കാലതാമസം എടുക്കും അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിർണായക നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കകം പുതിയ പേരും അല്ലെങ്കിൽ പുതിയ ചിഹ്നവും സംബന്ധിച്ച് നിർദ്ദേശം നൽകണം, അല്ലെങ്കിൽ സ്വതന്ത്ര പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത്. വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ശരത് പവാറിന്റെ പാർട്ടി നീങ്ങുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും രാകേഷ്, വളരെ നന്ദി. ദേശീയ തലത്തിൽ ഈ വിഷയം കൂടുതൽ പ്രാധാന്യമുള്ളതാണ്, അത് കൂടുതൽ പ്രസക്തിയുള്ളതായി മാറുകയുമാണ്. നമ്മൾ ഇനിയൊരു പ്രധാനപ്പെട്ട ഇടവേളയിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായി ഭവ്യ പാർവതി വാർത്താ വേഗതയുമായി നമുക്കൊപ്പം ചേരും, സ്പീഡ് ന്യൂസുമായി നമുക്കൊപ്പം ചേരും. ഒപ്പം തന്നെ ന്യൂസ് ട്രെൻഡ്സിൽ ഇനി ധന്യ വിശ്വം പങ്കുവയ്ക്കും.